ആ പറഞ്ഞോ. അതൊക്കെ നിന്റെ ഇഷ്ടം പോലെ നീ അങ്ങ് ചെയ്താ മതി. എന്റെ ആവശ്യം ഇത്രയേ ഉള്ളൂ. ഞങ്ങളുടെ കാര്യം കഴിയുന്നത് വരെ ആതിരെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യരുത്. പിന്നെ പ്രസവിച്ചു കഴിഞ്ഞ് ആ കുഞ്ഞും ജീവനോടെ ഉണ്ടാവരുത്. ആദ്യം പറഞ്ഞ് സക്സസ് ആയ സ്ഥിതിക്ക് രണ്ടാമത് പറഞ്ഞതിന് വേണ്ടി ഇനി കാത്തിരിക്കാം. ശരി, ഞാൻ അങ്ങോട്ട് തന്നെ വരുന്നേ. നീ ഫോൺ വെച്ചോ. സുഷമ അവളുടെ ജോലി നല്ല വെടിപ്പായിട്ട് ചെയ്തിട്ടുണ്ട്. ആതിരയ്ക്ക് ബ്ലീഡിംഗ് കൂടാനുള്ള മരുന്ന് അവൾ കൊടുത്തിരിക്കുന്നത്. ബ്ലീഡിംഗ് നിർത്തിയ ശേഷം പുറത്തു നിൽക്കുന്ന മാഷിനോടും കുടുംബത്തോടും ഡോക്ടർ ഒരു കാര്യം പറയും. ഇനി ഡെലിവറി കഴിയാതെ ഡിസ്ചാർജ് ചെയ്യാൻ പറ്റില്ല എന്ന്. അങ്ങനെ ആദ്യത്തെ കടമ്പ നിസ്സാരമായിട്ടങ്ങ് കടന്നു. ഇനി അടുത്തത് അത് കുറച്ച് പാടുള്ളതാ. ഈശ്വരാ, എല്ലാം നല്ലതുപോലെ നടന്നു കിട്ടണേ. മയക്കത്തിനുള്ള ഇഞ്ചക്ഷനാണ് കൊടുത്തിരിക്കുന്നത്. സന്ധ്യ വരൂ, നമുക്ക് പുറത്തേക്കാം. വരൂ. അമ്മേ, അമ്മ വിഷമിക്കണ്ട. സന്ദീപ് അകത്തുണ്ടല്ലോ. ആതിരയ്ക്കൊന്നും സംഭവിക്കില്ല. എങ്ങനെയുണ്ടാ അവക്ക് ഡോക്ടറെ? പെട്ടെന്ന് ബ്ലീഡിംഗ് ഉണ്ടായതിന്റെ കാരണം അറിയില്ല. ഇപ്പൊ ആതിരയ്ക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഡെലിവറിയുടെ കാര്യം കുറച്ച് കോംപ്ലിക്കേറ്റഡാ. എന്നാലും കുഞ്ഞിനെയും അമ്മയെയും രക്ഷിക്കാൻ ഞങ്ങൾ പരമാവധി ശ്രമിക്കുന്നുണ്ട്. ഇപ്പോ ഇത്രയും പറയാൻ കഴിയും. എന്റെ മോള് ഇത്രയൊക്കെ അനുഭവിക്കാൻ അവൾ എന്ത് തെറ്റ് ചെയ്താവോ? നീ കരയേണ്ട കമലേ, എല്ലാം അതിജീവിച്ചല്ലേ പറ്റൂ. ഈശ്വരൻ എന്നൊരാൾ ഇതെല്ലാം കാണുന്നുണ്ടല്ലോ. ഇതെല്ലാം ചെയ്യിക്കുന്ന ആള് തന്നെ തീരുമാനിക്കട്ടെ നമ്മുടെ മോടെ ഭാവി.
നമുക്ക് പ്രാർത്ഥിക്കാനല്ലേ പറ്റൂ. തീരുമാനമെടുക്കുന്നത് അവിടുന്നല്ലേ. ആ ഈശ്വരൻ അയച്ച ആളാവും ഈ ഡോക്ടറും നേഴ്സും ഒക്കെ. കരയില്ല അമ്മ. നമ്മൾ പ്രാർത്ഥിക്കുന്ന എല്ലാ ഈശ്വരന്മാരും അതാത് സമയത്ത് അവരെ കൊണ്ട് ഓരോന്ന് ചെയ്യിച്ചോളും. ഇനി എത്രയൊക്കെ വിഷമിച്ചാലും നമ്മുടെ മോളും നമ്മളും ആരായാലും ചെയ്യുന്നതിന് പ്രതിഫലം കിട്ടും. നിങ്ങളുടെ ഫോണിലേക്ക് ഒരു കോള് വരുന്നു. ഹലോ ചേച്ചി. മോളെ, നിനക്ക് എങ്ങനെയുണ്ട് ഇപ്പോ? എനിക്കിപ്പോ കുഴപ്പമൊന്നുമില്ല. പെട്ടെന്ന് ബ്ലീഡിംഗ് ഉണ്ടായപ്പോ ഞാൻ പേടിച്ചുപോയി. ഡോക്ടർ എന്താ പറഞ്ഞേ? കുറച്ചുകൂടി കഴിഞ്ഞിട്ട് വാർഡിലേക്ക് മാറ്റാന്ന് പറഞ്ഞിട്ടുണ്ട്. ചേച്ചി ഇതേക്കുറിച്ച് ആലോചിച്ച് കൂടുതൽ ടെൻഷൻ ആവണ്ട, സമാധാനായിട്ടിരിക്കും. നിനക്കിപ്പോ എങ്ങനെയുണ്ട്? ഇത്രയും സംഭവിച്ചിട്ടും നിനക്കൊന്നും പറ്റിയില്ലല്ലേ? അങ്ങനെ പറ്റില്ലല്ലോ. ദയാനന്ദ മാഷിന്റെ മക്കൾക്ക് ആയുസും വീറും ഈശ്വരൻ അല്പം കൂടുതലായിട്ട് തന്നിട്ടുണ്ടല്ലോ. നിന്നെ മോർച്ചറി വെച്ച് കാണാനാ എനിക്ക് കൂടുതൽ ഇഷ്ടം. കാരണം എന്റെ കുഞ്ഞിനെ എനിക്ക് നഷ്ടപ്പെട്ടതിന്റെ കാരണം നീയാ. അല്ല, നിങ്ങൾ എന്റെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ നോക്കിയപ്പോ നിങ്ങൾ മറിഞ്ഞു വീണതല്ലേ? അതെന്തിനാ നിങ്ങൾ എന്റെ പേരെ കൊണ്ടുവന്ന് വെക്കുന്നേ? നീയും നിന്റെ ചേച്ചിയും കൂടെ എന്റെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ നോക്കിയതിന്റെ ഫലവാ എന്റെ അബോർഷൻ. അങ്ങനെ എനിക്ക് ജനിക്കാത്തൊരു കുഞ്ഞ് നെല്ലിശ്ശേരിയിൽ ആർക്കും വേണ്ട. അവിടെ ആരെങ്കിലും പ്രസവിക്കുന്നുണ്ടെങ്കിൽ അത് അവന്തികയായിരിക്കും. വേറെ ആരും അതിന് നോമ്പ് നോറ്റിരിക്കണ്ട. ഈ ആശുപത്രിയിൽ നിന്ന് നീ തിരികെ പോകുമ്പോ നിന്റെ കയ്യിലിരിക്കുന്നത് നീ പ്രസവിച്ച മരിച്ച കുഞ്ഞായിരിക്കും. ജീവനോടെ അതിനെ ആരും കാണില്ല. അതിന് നീ കാത്തിരിക്കുകയും വേണ്ട. നീ സ്വപ്നം കണ്ട ഈ 8 മാസങ്ങൾ ഇനി ഒരിക്കലും ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത രീതിയിലുള്ള 8 മാസാക്കി മാറ്റുന്നുണ്ട് ഞാൻ.
ഹലോ അർച്ചനെ, ഞാൻ നിന്റെ അനിയത്തിയോട് പറഞ്ഞൊക്കെ കേട്ടല്ലോ അല്ലേ? നിന്റെ അനിയത്തിയുടെ കുഞ്ഞിനെ രക്ഷിക്കാൻ പറ്റുമെങ്കിൽ നീ രക്ഷിച്ച് കാണിക്ക്. ഞാൻ പ്രാർത്ഥിക്കാം നിന്റെ സേഫ് ഡെലിവറിക്ക്. സച്ചേട്ടാ, സച്ചേട്ടാ, ആ എന്താ സച്ചേട്ടാ, നമുക്കൊന്ന് വേഗം ഹോസ്പിറ്റലിൽ വരെ ഒന്ന് പോണം. എന്താ ഇത്ര പെട്ടെന്ന്? അതൊക്കെ ഞാൻ പറയാം. എന്നെ ഒന്ന് വേഗം അവിടം വരെ കൊണ്ടുപോ. പോവാം, താൻ ടെൻഷൻ ആവാതെ വാ. ഹലോ, പറയടാ. ഇതുവഴി പാസ് ചെയ്ത് പോയിട്ടുണ്ട്. അധികം ദേഹമൊന്നും അനക്കണ്ട കേട്ടോ. ചെറിയ പെയിൻ എന്തെങ്കിലും തോന്നുമ്പം തന്നെ പറയണം, ഞങ്ങൾ വന്നോളാം. ഇവിടെ തന്നെ കിടക്കാൻ തീരുമാനിച്ചത് നന്നായി. വീട്ടിലേക്ക് കൊണ്ടുപോയിരുന്നെങ്കിൽ ആകെ കോംപ്ലിക്കേറ്റഡ് ആയനെ. മോക്ക് മറ്റു പ്രശ്നമൊന്നുമില്ലല്ലോ അല്ല സിസ്റ്ററെ? അങ്ങനെ ചോദിച്ചേ ഇല്ല. ഇതുപോലെയുള്ള ധാരാളം കേസുകളിലൊന്ന് ആതിരയുടേത്. ഇതിലും ക്രിട്ടിക്കലായി ഇവിടേക്ക് വന്നവരൊക്കെ കുഞ്ഞിനെ കൊണ്ട് സന്തോഷത്തോടെ ഇവിടുന്ന് പോയിട്ടുള്ളത്. പേടിക്കൊന്നും വേണ്ട. മോളെ, അച്ഛാ, ഇപ്പൊ എങ്ങനെയുണ്ട് മോളെ? കുഴപ്പമൊന്നുമില്ലല്ലോ? ഇപ്പൊ കുഴപ്പമൊന്നുമില്ല അച്ഛൻ. സിസ്റ്ററെ, ഇത് ഞങ്ങളുടെ മൂത്ത മകൾ അർച്ചന. ഓ, ഉച്ചയ്ക്ക് ചൂടുകഞ്ഞി കൊടുത്താൽ മതി കേട്ടോ സിസ്റ്റർ. നീ എന്താ അച്ഛൻ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നേ? നിന്റെ അനിയത്തിയുടെ കുഞ്ഞിനെ രക്ഷിക്കാൻ പറ്റുമെങ്കിൽ നീ രക്ഷിച്ച് കാണിക്കും. അച്ചു, ഞാനും ചോദിച്ചതാ അമ്മേ. വേഗം ഇങ്ങോട്ട് വരണമെന്ന് മാത്രമേ എന്നോടും പറഞ്ഞോളൂ. അല്ല, സന്ദീപ് അങ്ങോട്ട് പോയി? സന്ദീപ് ഫാർമസി പോയിട്ട് ഡോക്ടറെ കൂടെ കണ്ടിട്ട് വരാന്ന് പറഞ്ഞു. മേരിയാനിപ്പം ഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടി വീട്ടിലോട്ട് പോയി. ഇനി പ്രസവം കഴിയുന്നവരെ ഇവിടെ തന്നെ കിടക്കണമല്ലോ.
ഞാനൊന്ന് സന്ദീപിനെ നോക്കിയിട്ട് വരാം. ഇവിടെ കിടക്കുന്ന തന്നെയാ നല്ലത്. അറിയാലോ, നല്ലതുപോലെ സൂക്ഷിക്കണം. അനുപേട്ട വല്ലാതെ തലവേദന എടുക്കുന്നു. ഒരു ചായ കുടിച്ചിട്ട് പോയാലോ? ഇവിടെ നിന്ന് കുടിക്കാം. വാ. ചേട്ടാ 2 ചായ. എടാ ശിബുവേ 2 ചായ. എനിക്ക് കഴിക്കുന്നതിലും വേണം. വേണ്ട, ചായ മാത്രം മതി. മോളോട് അപ്പുറത്തെ ലതേച്ചിയുടെ വീട്ടിൽ ഇരിക്കാനാ പറഞ്ഞത്. നമുക്കുള്ള ഡ്രസ്സ് മാത്രം വീട്ടിൽ നിന്ന് എടുത്താൽ മതി. അച്ഛനും അമ്മയും ഇന്ന് വൈകിട്ട് വീട്ടിലേക്ക് പറഞ്ഞയക്കാം. എന്തിനാ എല്ലാവരും കൂടെ ഹോസ്പിറ്റലിൽ ഇരിക്കുന്നത്? ഇതൊക്കെ സാധാരണയായിട്ട് സംഭവിക്കുന്നതാണെന്നോ സന്ധ്യ ഡോക്ടർ പറഞ്ഞത്. പിന്നെ നിന്നെ ഇപ്പം നോക്കുന്ന ഡോക്ടർ നല്ല ഡോക്ടറാണെന്നും സന്ധ്യ ഡോക്ടർ ഇടയ്ക്ക് വിളിച്ച് നിന്റെ കാര്യങ്ങൾ സംസാരിക്കാറുണ്ടെന്നും പറഞ്ഞു. കമലേ, ഞാൻ കാന്റീനിൽ പോയി ചായ വാങ്ങിച്ചോട്ട് വരാം. ആ മാഷേ, ഞാനും കൂടെ വരാം. അച്ഛമോൾ ഇവിടെ ഇപ്പൊ ഉണ്ടല്ലോ. നിങ്ങൾ പോയിട്ട് വാ, ഞാനിവിടെ ഇരുന്നോളാം. പോയിട്ട് വരേ. അവധിയെടുത്ത് ഇവിടെ വന്ന് അങ്ങനെയൊക്കെ പറയണമെങ്കിൽ അവരെന്തോ മുൻകൂട്ടി കണ്ടിട്ടുണ്ടാവണം. ഇവിടെ കിടക്കുന്നോണ്ട് പെട്ടെന്ന് അവരൊന്നും ചെയ്യാൻ മുതിരില്ല. അതിനവർക്ക് ആവുകയില്ല. എനിക്ക് നല്ല പേടിയുണ്ട് ചേച്ചി. അവരെന്നെയും കുഞ്ഞിനെയും എന്തെങ്കിലും ചെയ്യുമോ? ഇത് തന്നെ അവരുടെ ഉദ്ദേശം, ഭയപ്പെടുത്തുക. അവരുടെ ഉദ്ദേശം അതായതുകൊണ്ട് തന്നെ നീ ഭയപ്പെടണ്ട. തൽക്കാലം ഇതൊന്നും സന്ദീപിനോടും പറയാൻ നിൽക്കണ്ട. പെട്ടെന്ന് അവനിതൊക്കെ കേട്ടാ എങ്ങനെ പ്രതികരിക്കുമെന്ന് പറയാനാവില്ലല്ലോ. ധനുഷ് സ്നേഹ വിവാഹം, നിന്റെ പ്രസവം, ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ വലിയ സംഭവങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട്. അത് എങ്ങനെ തടയുമെന്നാണ് ഞാനും ആലോചിക്കുന്നത്.